മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന കരുണയോടായിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കരുണ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ആ മഹാലക്ഷ്മിയും കുഞ്ഞും അവിടെ വന്നിട്ട് അവരുടെ സന്തോഷ നിമിഷങ്ങളെല്ലാം തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ കരുണേ, നീ എന്തിനാണ് എപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും കഴിവില്ലല്ലോ, നിങ്ങൾ എപ്പോഴും എനിക്ക് ആലോചിച്ചിരിക്കാനായിട്ട് ഒരു നല്ല നിമിഷങ്ങൾ തന്നിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഉണ്ണിയോട്. അതേസമയം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രതാപനെ കാണുന്നതും കരുണയാണെങ്കിൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കൊണ്ട് എന്തെങ്കിലും നടക്കുമോ എന്നെല്ലാം ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഞാൻ ആ ജാനമ്മയെ കൊണ്ട് തന്നെ ഞാനൊരു കാര്യത്തിന് തീരുമാനമുണ്ടാക്കുമെന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഉണ്ണിക്കാണെങ്കിൽ ആകെ പുച്ഛമാണ് തോന്നുന്നത്. ഉണ്ണിയാണെങ്കിൽ ആകെ വല്ലാത്തൊരു മുഖഭാവത്തോടുകൂടി ഇരിക്കുമ്പോഴേക്കും ഇത് കാണുന്ന പ്രതാപനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. പ്രതാപൻ പറയുന്നുണ്ട്, നീ എന്താണ് ഒരു പുച്ഛത്തോടു കൂടി തന്നെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സ്വന്തം മകളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു അച്ഛനെ കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നെന്ന് ഉണ്ണി പറയുമ്പോഴേക്കും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമല്ല നിനക്കും കൂടി ജീവിക്കാൻ വേണ്ടിയാണ് ഈ വേണ്ടാത്ത കളികളെല്ലാം തന്നെ കളിക്കുന്നതെന്ന് പ്രതാപൻ പറയുന്നത് കേട്ട് ആകെ ദേഷ്യപ്പെടുന്നുണ്ട് കരുണ. പിന്നീട് മേഘനാഥനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഒരുങ്ങിയാണ് തോമസ് വൈദ്യൻ. എന്നിട്ട് പറയുന്നുണ്ട്, ഒരാഴ്ച കഴിയുമ്പോഴേക്കും തനിയെ ഇയാൾക്ക് ആരുടെയും സഹായമില്ലാതെ തന്നെ നടക്കാനായിട്ട് കഴിയും. ഞാൻ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ ഇയാൾ സംസാരിക്കാനും തുടങ്ങുമെന്നെല്ലാം തോമസ് വൈദ്യൻ പറയുന്നത് കേട്ട് വാമദേവൻ പറയുന്നുണ്ട്, സാറിൻ്റെ നാക്ക് പൊന്നായിരിക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങൾ പൊന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പറ്റില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അതേപടി അനുസരിക്കണം, എന്നാൽ മാത്രമേ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം തന്നെ നടക്കുകയുള്ളൂ. പിന്നെ പഴയ പോലെ കൊലയുമൊന്നും ഇല്ലാതെ നടക്കാതെ നല്ല രീതിക്ക് തന്നെ ജീവിക്കാൻ നോക്കുന്നെല്ലാം തോമസ് വൈദ്യൻ ഉപദേശിക്കുന്നുണ്ട്. അയാൾ പറയുന്നതിലും കാര്യമുണ്ട്. ഇനി മഹാലക്ഷ്മിയും കണ്ണനെയും സ്വാധീനിച്ച് ജീവിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം ഇനിയെങ്കിലും സുഗമമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. എനിക്കും പ്രതാപനും എന്താണെങ്കിലും ഇനി ജയിൽവാസമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീയാണ് നിൻ്റെ അമ്മയും പെങ്ങളെയും നല്ല രീതിക്ക് നോക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ നടക്കാൻ കണ്ണനെയും മഹാലക്ഷ്മിയും സ്വാധീനിക്കുക തന്നെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് വാമദേവൻ. പിന്നീട് ഡിസ്ചാർജായിട്ട് വീട്ടിലോട്ട് പോവുകയാണ് ഉണ്ണിയും കരുണയും പ്രതാപനും. അങ്ങനെ പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, നല്ല രീതിക്ക് തന്നെ നടക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ കാലൊന്നും ഉറച്ചു നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നു. അതേസമയം മേഘനാഥനും അങ്ങോട്ടേക്ക് ഡിസ്ചാർജായി വരുന്നത് കണ്ട് മേഘനാഥനോടായിട്ട് കരുണ പറയുന്നുണ്ട്, മേഘേട്ടനൊന്ന് എണീറ്റ് നടന്നിരുന്നെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം തന്നെ നന്നായിട്ട് നടന്നേനെ എന്ന് പറയുമ്പോൾ ഞാനും പ്രതാപനും എന്താണെങ്കിലും ഇനി ജയിലിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനെയും അപകടപ്പെടുത്താനായിട്ട് കിട്ടുന്ന ഒരവസരവും ഞങ്ങൾ പാഴാക്കില്ല എന്നെല്ലാം വാമദേവനാണെങ്കിൽ കരുണയോട് പറയുന്നു. കരുണയും ഉണ്ണിയും അങ്ങനെ കമലേശ്വരത്ത് എത്തുമ്പോഴേക്കും ആകെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അവരെ വാതിൽ തുറന്ന് സ്വീകരിക്കുന്നത് മഞ്ജുവാണ്. മഞ്ജുവിനെ കാണുന്നതും ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു. എനിക്കെന്താണ് എൻ്റെ വീട്ടിൽ വന്നുകൂടെ, നിങ്ങളല്ലേ ഈ വീട്ടിൽ താമസിക്കാൻ അർഹതയില്ലാത്തവരെ, എനിക്ക് ഈ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും വരാം, എൻ്റെ കണ്ണേട്ടൻ എന്നെ ഒരിക്കലും പുറത്താക്കില്ല, നിങ്ങളല്ലേ ഇവിടെ നിന്ന് പുറത്താകാനുള്ളവരെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണിയെയും കരുണയും അപമാനിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനും സാഗരേട്ടനും ഇനി ഓണം കഴിഞ്ഞേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറയുന്നത് കേൾക്കുന്നതും നമ്മുടെ കരുണയും ഉണ്ണിയുമാണെങ്കിൽ ആകെ ഞെട്ടിത്തെറിച്ച് നിന്നു പോവുകയാണ്. തോമസ് വൈദ്യൻ്റെ വീട്ടിൽ നിന്നും പ്രതാപനും വീട്ടിലെത്തുന്നുണ്ട്. പ്രതാപനെ കാണുന്നതും മുത്തശ്ശിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടി വരുന്നുണ്ട്. എടാ പ്രതാപ, കാര്യങ്ങളെല്ലാം എവിടം വരെ ആയടാ എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല അമ്മേ, ആ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല, ആ കുഞ്ഞൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല, അവർ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. ഇനി എന്താണെങ്കിലും അവരെ കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യിക്കണം, അവരുടെ മകനെ രക്ഷപ്പെടുത്താനായിട്ട് അവരെന്തും ചെയ്യാനായിട്ട് തയ്യാറാണെന്നെല്ലാം പ്രതാപം പറയുന്നുണ്ട്. ഇനിയാണ് ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിൽ കൂട്ടക്കരച്ചിലെല്ലാം ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ കുഞ്ഞിന് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നത്, അത് മഹാലക്ഷ്മിയും കണ്ണനെയും പോലെ തന്നെയുള്ള ഒരു കുഞ്ഞാണെന്നുള്ള കാര്യത്തിൽ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ അമ്മ ഒന്നും പേടിക്കേണ്ട, ആ കുഞ്ഞിനെ അവൻ എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞോളും, അതോടുകൂടി ഈ ഒരു അധ്യായം അവസാനിക്കുമെന്നെല്ലാം പ്രതാപൻ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.